ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. ഇവിടെ പുറത്ത് നല്ല മഴയാണ് കേട്ടോ. രാത്രിയാണ്, പക്ഷെ നല്ല മഴയുണ്ട്. പിന്നത്തേക്ക് മാറ്റി വെച്ചാൽ പിന്നെ നടക്കില്ല. അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോ ചെയ്യാണ്. കുറച്ച് ദിവസമായിട്ട് ഞാൻ വർക്കിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. ഇപ്പോഴും വർക്കുണ്ട്, പക്ഷെ ഞാൻ എക്സാം എഴുതാൻ ലീവ് എടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. ട്രിവാൻഡ്രത്തായിരുന്നു, സർവേ വർക്കാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അത് കാരണം എക്സാം എഴുതാൻ ഇവിടെ എറണാകുളത്തേട്ട് വന്നതാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് പോകണം. എൻ്റെ പല്ലുവേദന ഉള്ളതുകൊണ്ട് ഡോക്ടറെ ഒന്ന് കണ്ടിട്ടൊക്കെ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി യൂട്യൂബ് തുറന്നാൽ കാണാൻ പറ്റുന്ന ഒരു കാര്യത്തിനെക്കുറിച്ച് എൻ്റെ ഒരു അഭിപ്രായം പറയാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്നത്. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഒളിവിയ സിൽക്സോ അല്ലെങ്കിൽ ഒളിവിയ എന്നാണ് ആ ഒരു ടെക്സ്റ്റൈൽ അല്ലെങ്കിൽ ബൊട്ടിക് എന്ന് പറയാമല്ലോ. സാരിയുടെയും കൂടി ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഒരു പച്ച മലയാളത്തിൽ പറഞ്ഞ തുണിക്കട, അല്ല ഈ പറഞ്ഞ പോലെ ഒളിവിയ ഡിസൈൻസ് എന്നാണ് അതിൻ്റെ ഒരു ഇത്. അപ്പോൾ അതിൽ പലതും വരാം. സാരി വരാം, ചുരിദാർ, അതായത് കുർത്തീസാണ് കൂടുതലും വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റീസെൻ്റ്ലി ഒരുപാട് വീഡിയോസ് കണ്ടിരുന്നു. അപ്പോൾ അതായത് ഒളിവിയ സിൽക്സ് റിയാക്ട് ചെയ്യുന്നതും പിന്നെ ഒരുപാട് പേര് ആ ഒരു ഷോപ്പിൻ്റെ കാര്യങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ. ആദ്യം തന്നെ ആദ്യം പുറത്ത് വിട്ട കൺമണി എന്ന ഒരു പെൺകുട്ടി, അതിന് ഞാൻ വളരെയധികം അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് ഒളിവിയ സിൽക്സിനെ കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ഇതുവരെയും അറിയുന്നുണ്ടായിരുന്നില്ല. പക്ഷേ കൂടുതൽ പ്രൂഫോടുകൂടി കുറേ വീഡിയോസ് കണ്ടതിലൂടെ എനിക്കൊരു വിലയിരുത്തൽ ഞാൻ ചെയ്യുവാണ്. ഇപ്പോൾ ഇത് ഫസ്റ്റ് പറഞ്ഞത് കൺമണിയാണ്. കൺമണിയുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുള്ളതാണ്. കൺമണിയുടെ മാത്രമല്ല, കൺമണിയുടെ ചേച്ചിയായ രേഷ്മ, അതിൻ്റെ ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ മറന്നുപോയിട്ടാണ്. നൈനൂസ് വേൾഡാന്ന് തോന്നുന്നു, നൈനൂസ് വേൾഡ്. അപ്പോൾ അതൊക്കെ കാണാറുണ്ട് കേട്ടോ. അവരുടെയൊക്കെ വീഡിയോസ് ഞാൻ കാണാറുള്ളതാണ്. ഞാൻ കൺമണിയാണ് ഈ ഒരു തുടക്കത്തിൽ, അതായത് ഈ ഒരു ഒളിവിയ ഡിസൈൻസിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായമുണ്ടോ എന്ന് മറ്റുള്ളവരോട്, ഇത് ബാഡ് എക്സ്പീരിയൻസ് ആയാലും ഗുഡ് എക്സ്പീരിയൻസ് ആയാലും മറ്റുള്ളവരോട് അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഇവിടെ ഇടണം എന്ന് പറഞ്ഞൊരു വീഡിയോ ആദ്യമായി ചെയ്തത് കൺമണിയാണ്. റീസെൻ്റ്ലി. ഇതിന് മുന്നേയും അതിനെതിരെ ആൾക്കാർ വീഡിയോ ചെയ്തിട്ടുണ്ട്. കൺമണി ചെയ്തത് കൺമണിക്ക് അത് അവിടെ നിന്ന് ഒരു ചെറിയ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആണ് ആ കുട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. ആ കുട്ടിക്ക് അഭിപ്രായം നെഗറ്റീവാണ്. അതിനെക്കുറിച്ചൊരു ഒരു അഭിപ്രായമാണ് ആ ഒരു ഒളിവിയ സിൽക്സിനെ കുറിച്ച് ഉള്ളത്. അപ്പം മറ്റുള്ളവർക്ക് ആ ഒരു അഭിപ്രായമാണോ എന്നറിയാൻ വേണ്ടിയായിരുന്നു. കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് 100% ഞാൻ കൺമണി പറഞ്ഞതിനോട് തന്നെയാണ് യോജിക്കുന്നത്. എനിക്ക് ഒളിവിയ ഡിസൈൻസുമായിട്ട് അവിടുത്തെ ഒരു തുണി വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു ജോലിക്ക് നമ്മുടെ ബന്ധത്തിലാരും പോവുകയോ, എനിക്ക് പോകാൻ പറ്റില്ലല്ലോ, എൻ്റെ ബന്ധത്തിൽ ഏതെങ്കിലും കുട്ടികൾ പോവുകയോ അങ്ങനെയൊന്നൊരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടില്ല. പക്ഷേ നമ്മൾ പ്രൂഫോടുകൂടി പലവരുടെയും വീഡിയോസ് വാച്ച് ചെയ്യുന്നതിലൂടെ നമുക്ക് പറയേണ്ട അഭിപ്രായം. അപ്പോൾ കുറേ പേര് ഈ ഒരു ഒളിവിയ ഡിസൈൻസിനെ തകർക്കാൻ വേണ്ടിയാണ് ഒരുപാട് പേര് ഇങ്ങനെ പെരുമാറുന്നതെന്ന് കുറച്ച് പേര് അതായത് ഒളിവിയ ഡിസൈൻസിനെ ഷോപ്പ് അടച്ചു പൂട്ടാനും ഒരു പ്രസ്ഥാനത്തെ നശിപ്പിക്കാനും വേണ്ടിയാണ് ഈ എല്ലാവരും ഇപ്പോൾ പടപൊരുതുന്നതെന്നും ഈ ഒരു പ്രസ്ഥാനത്തിനെതിരെ മുന്നേറ്റം ചെയ്യുന്നത് അതുകൊണ്ടാണെന്ന് പറഞ്ഞു വരുന്നവർ കുറച്ചുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ഒരുപാട് പേര് ഒരുമിച്ച് ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് വെറുതെ അതിനെപ്പറ്റി പറയേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ ഒരു പ്രസ്ഥാനം പൂട്ടിക്കിട്ടിയോണ്ട് അവർക്ക് എന്താണ് നേട്ടം? പിന്നെ ഈ കൺമണി എന്ന് പറയുന്ന കുട്ടിക്കും അത് പൂട്ടിക്കിട്ടിയിട്ട് ഒന്നും നേടാനില്ല. പക്ഷേ എത്രത്തോളം അവർ പ്രൊവൈഡ് എന്താ പറയുക, ഇത്രയൊക്കെ ഉണ്ട് എന്ന് അവർ മുൻകൂട്ടി പറഞ്ഞിട്ടുള്ളതായ കാര്യങ്ങളൊന്നും അവിടെ അത് അവൈലബിൾ അല്ല, അല്ലെ അവർക്ക് അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ആ കുട്ടി അതിനെതിരെ പ്രതികരിച്ചത്. അപ്പോൾ ഈ അടുത്തിടെ അതിനെതിരെ പ്രതികരിക്കാനായിട്ട് ആ കുട്ടി കാണിച്ച ധൈര്യത്തിനെ ഞാൻ റിയലി അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ്. ആ കുട്ടിയിലൂടെ ഒരുപാട് പേര് മുന്നോട്ട് പിന്നീട് വരികയും ചെയ്തു. അതായത്
ഇപ്പോൾ ഞാൻ ഒളിവിയ ഡിസൈൻസിനെ കുറിച്ച് എനിക്ക് പൊതുവായിട്ട് അവരുടെ ഒരു വ്യാപാരത്തെ പറ്റി അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാർക്കറ്റിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് അതിനെപ്പറ്റി പറയാൻ വളരെ മോശമായ അഭിപ്രായങ്ങളൊന്നുമില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത അഭിപ്രായം തന്നെയാണ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ തുണികൾ വളരെ വിലക്കുറവിന്, മറ്റുള്ള കടകളെക്കാളും വളരെ വിലക്കുറവിന് കൊടുക്കുന്നതാണ്. ഇനി അതിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഗുണമേന്മയൊക്കെ എങ്ങനെയാണെന്നുള്ളത് ഓരോരുത്തർ ഇട്ട് കണ്ടാലാണ്. പക്ഷേ കുറച്ച് പേരുടെ ഒരു വീഡിയോസൊക്കെ കണ്ടപ്പോൾ ഇത്രയും ഒരു റേറ്റിൽ നല്ല ഡിസൈൻസിൽ എന്താ പറയുക ഹാൻഡ് വർക്കിലൊക്കെ കിട്ടുന്നത് വളരെ നല്ലതാണ്. അതുപോലെ പെട്ടെന്ന് ഷിഫ്റ്റിംഗ് ചാർജ് ഇല്ല, എന്താ പറയുക അത് ചാർജില്ല. അതുപോലെ ആ ഒരു റേറ്റിൽ തന്നെ ആ ഒരു എമൗണ്ടിൽ തന്നെ ആ ഒരു ഡ്രസ്സ് പ്രൊവൈഡഡ് ആക്കി കൊടുക്കുന്നുണ്ട്. ഐ മീൻ ഡ്രസ്സ് വീടുകളിലേക്ക് ആരാണോ ബുക്ക് ചെയ്യുന്നത് അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതാണ്. അപ്പോൾ ഒരു ആസ് എ കസ്റ്റമർ ഒളിവിയ ഡിസൈൻസ് ഗുഡാണ് മറ്റുള്ളവരുടെ അഭിപ്രായത്തിൽ എനിക്ക് നോക്കിയിട്ട്. പിന്നെ 1-2 വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട് അവരുടെ ആ ഒരു ഡ്രസ്സിങ്ങിൻ്റെ ഇതിനെ പറ്റിയൊക്കെ. എന്നാൽ പോലും ഒരു നെഗറ്റീവായിട്ട്, പക്ഷേ എന്നാൽ പോലും ഒരുപാട് പേര് അവരുടെ ആ ഒരു കസ്റ്റമൈസേഷൻ അതിനെയൊക്കെ നല്ലതായിട്ടാണ് പറയുന്നത്. കാരണം പെട്ടെന്ന് തന്നെ എത്തിക്കും, പൈസ അടച്ചാൽ അതോ ഈ ഒരു എമൗണ്ടിൽ നല്ല കുർത്തീസ് കിട്ടുമെന്നുള്ളത് അവരുടെ ബിസിനസ്സും നല്ലതാണ്. ഓക്കെ, അല്ല ബിസിനസ് അവർ പിടിച്ചെടുക്കാനൊക്കെ നോക്കുന്നുണ്ട്, നല്ല രീതിക്കൊക്കെ പോകുന്നുണ്ട്. അത്രയും കളക്ഷൻ അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ആയിരിക്കാം അത്രയും കളക്ഷൻസ് പെട്ടെന്ന് പോകുന്നത്. അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ പേഴ്സണലായിട്ട് കോൾ ചെയ്യാതിരിക്കുക, കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുക, എന്നാലാണ് അവർക്കും വരുമാനം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, നിൽക്കുന്ന കുട്ടികൾക്ക് കമ്മീഷൻ. ഓക്കെ, ഇതുവരെ വളരെ ശരിയാണ് അല്ലേ, ഇതുവരെ വളരെ ശരിയാണ്. പക്ഷേ അവിടെ ജോലി ചെയ്യുന്ന സെയിൽസ് സ്റ്റാഫുകളായ ആ പെൺകുട്ടികളുടെ കാര്യത്തിലേക്കാണ് നമുക്ക് വരുന്നത്. അവർ എത്രത്തോളം അവരനുഭവിക്കുന്ന ആ കാര്യം അതൊരിക്കലും അതിന് സപ്പോർട്ട് ചെയ്യുക, അത് കണ്ണടച്ച് കളയാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല അവിടെ എനിക്ക് പേഴ്സണലി തോന്നിയത്. പല വീഡിയോസ് കണ്ടതിലൂടെ എനിക്കവിടെ ഇപ്പോൾ ഐ എം 39 years old, പക്ഷേ അവിടെ 28 വയസ്സ് കഴിഞ്ഞവർ എടുക്കുന്നില്ല. ഓക്കെ, അവരുടെ ആ ഒരു വീഡിയോ ചെയ്യാനും അവരുടെ ആ ഒരു ഒളിവിയ ഡിസൈൻസിൻ്റെ ഒരു ഗുഡ് ലുക്കിംഗ് തോന്നാനായിട്ട് ബാഹ്യമായ സൗന്ദര്യത്തിനെ ആസ്പദിച്ചെന്നല്ലേ, കറുപ്പിനും പ്രായക്കൂടുതലിനും വില ഒരുപാട് കുറവാണ്. ഓക്കെ, അതെന്തെങ്കിലും ആവട്ടെ. ആൾക്കാരെ സെലക്ട് ചെയ്യുന്നതിൽ അവർക്ക് തൊലിക്ക് നിറമുള്ളവരെയും ചെറിയ പെൺകുട്ടികളെ മാത്രം എടുക്കുകയുള്ളൂ എന്നുള്ളത് ഒന്ന്. ഓക്കോട്ടെ, ജാതി നോക്കി മതം നോക്കി സെലക്ട് ചെയ്യുന്നത് 2. പിന്നെ നിങ്ങൾക്ക് 3 മണിക്കൂർ വർക്ക് ചെയ്യാം, 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്താൽ മതി. അത് 11 മണി തൊട്ട് 3 മണിക്കൂർ മാത്രം വർക്ക് ചെയ്യുക. ഫുഡ് ആൻഡ് സോറി കേട്ടോ, എല്ലാ വീഡിയോയിലും രാത്രി വീഡിയോ ചെയ്യുമ്പോൾ ഉറക്കം തോന്നുന്നുണ്ട്, സോറി, ഞാൻ കട്ടൊന്നും ചെയ്യില്ല. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ എന്ന് പറയുന്നുണ്ട്. പിന്നീട് പറയുന്നത് ഇത്രയും സാലറിയോടുകൂടി പിന്നീട് എൻ്റർടൈൻമെൻറ്റ്, ഇത്രയും കാര്യങ്ങൾ. ആരായാലും 40,000 രൂപ സാലറി എന്നെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ ആരാണ് അതിലേക്ക് മയങ്ങി വീഴാത്തത് അല്ലേ? അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം ശമ്പളവും കിട്ടും, അത്യാവശ്യം നല്ലൊരു ഫീൽഡുമാണ്, അതായത് നല്ലൊരു ഫീൽഡ്, അതായത് ഈ പറയുന്ന പോലെ വീഡിയോ ഒക്കെ ചെയ്യാം. നമുക്ക് മേക്കപ്പ് ഇട്ടില്ലെങ്കിൽ അവിടെ പ്രശ്നമാണ്, സുന്ദരികളായിട്ട് നടക്കണമെന്ന് തന്നെയാണ്. അപ്പോൾ നല്ല വേഷത്തിലും നല്ല ഇതിലും നടക്കാം, നല്ല യൂണിഫോമിറ്റിയുള്ള യൂണിഫോമിറ്റിയിൽ നടക്കണം. അങ്ങനെ കുറേ കാര്യങ്ങൾ നിബന്ധനകളൊക്കെ നല്ലതാണ്. ആസ് എ മുതലാളി അത് ഒരു സ്റ്റാഫ്സിനോട് നിർദ്ദേശിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്, അതല്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ കുട്ടികൾക്ക് നേരത്തെ കൊടുക്കുമായിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഈ ഒരു കുട്ടികൾക്ക്, ഈ പെൺകുട്ടികൾ ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോൾ തന്നെ ട്രെയിനിങ് തൊട്ടേ ഫ്രീ ആണെന്ന് പറഞ്ഞിട്ടുള്ളിടത്ത് പൈസ കൊടുക്കുകയും അതുപോലെ തന്നെ ഫുഡിന് പൈസ കൊടുക്കുകയൊക്കെ ചെയ്യേണ്ട അവസ്ഥ വരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് അവർ പറഞ്ഞ പോലെയല്ല അവിടെ നടക്കുന്നത്. അങ്ങനെ ഫുഡിനും താമസത്തിനും പൈസ കൊടുക്കേണ്ടി വരുന്നത്, അതുപോലെ തന്നെ അവരുടെ സാലറിയിൽ കസ്റ്റമേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്ത് അത് പിടിക്കുന്നത്, അതുപോലെ അവർ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് പിടിക്കുന്നത്, പിന്നെ എസ്പെഷ്യലി ഫുഡിൻ്റെ ഇതൊക്കെ. പിന്നെ മേക്കപ്പ് ചെയ്യുക, ലിപ്സ്റ്റിക് ഇടുക, ഒരുങ്ങി നിൽക്കുക, അതെന്തെങ്കിലും ആവട്ടെ. കാരണം അവരുടെ ആ ഒരു സ്ഥാപനത്തിൽ അവർ വീഡിയോ ചെയ്യുന്നതുകൊണ്ടൊക്കെ അവർക്ക് വൃത്തിക്ക് വരാനോ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് നമ്മൾക്ക് അത്രയും ബാധകമല്ലെന്ന് പറയാം. ഇങ്ങനെയുള്ള വാക്ക് പറഞ്ഞ സാലറിയും ആ പറഞ്ഞ സമയവുമാണ് ആ ഒരു
ആ ഒരു പറഞ്ഞ സമയത്തിനുള്ളിൽ ആ സാലറിയും പറഞ്ഞ കാലാവധിയും സമയപരിമിതി, ഓരോ ദിവസം ഇത്രയും വർക്കുള്ളൂ എന്ന് പറഞ്ഞ സമയപരിമിതിയും പറഞ്ഞ സാലറിയൊക്കെ കൊടുക്കുമായിരുന്നെങ്കിൽ അതിന് എത്രത്തോളം അവർ വാക്ക് പാലിച്ചെന്ന് പറയാം. ഇത് കമ്മീഷനാണെന്ന് പിന്നീട് അറിയാൻ കഴിഞ്ഞു. സാലറി എന്നൊരു വാക്കേ അവിടെ ഇല്ല. അതൊക്കെ കമ്മീഷനാണ്, ഓക്കെ. പക്ഷേ ഇത്രയേറെ തിരക്കും പെട്ടെന്ന് എല്ലാം വിറ്റ് പോകും എന്ന് പറയുന്നിടത്താണെങ്കിലും 40,000 രൂപ ഈ കമ്മീഷൻ, 40 വരെ നമുക്ക് മാക്സിമം ഏൺ ചെയ്യാൻ തോന്നുന്നു. അപ്പോൾ അത്രയും കമ്മീഷൻ കിട്ടും എന്ന് പറയുന്നിടത്ത് അവർ വിറ്റ് എത്രയെങ്കിലുമൊക്കെ ആക്കി തീർത്താൽ പോലും, എത്രയെങ്കിലുമൊക്കെ വിറ്റ് ആക്കി തീർത്താൽ പോലും അതിൽ നിന്ന് പേയ്മെൻറ്റ് പിടിക്കും. എന്താ പറയുക, ഫിക്സ്ഡ് എന്താണ് എന്താ പറയുക, കെട്ടിയിരിപ്പോ ഇത് കൊടുക്കില്ല, ഡെപ്പോസിറ്റ്. എല്ലാ മന്ത്ലി ആണോ എന്നറിയില്ല, ഡെപ്പോസിറ്റ് പിടിക്കും, ഫുഡിനും ഹോസ്റ്റൽ ഫീയും പിടിക്കും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് പിടിക്കും. സ്വന്തമായി അതിലെ ഉപരി കാര്യങ്ങളാണ് ഇവർ മറ്റുള്ളവരെ വിളിക്കും എന്നൊക്കെ ഓർത്തിട്ട്, ഐ മീൻ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ മാത്രമായിട്ടൊരു ഫോണ്, അതിന് വേണ്ടിയിട്ട് സ്വന്തമായി പൈസ കയ്യിൽ നിന്നെടുത്തൊരു ഫോണ്, സ്വന്തം പൈസ കൊടുത്ത് മേടിക്കേണ്ട എക്സ്ട്രാ ഫോൺ. അവരുടെ കയ്യിലൊരു ഫോൺ ഉണ്ടായിട്ട് കാര്യമില്ല, സ്വന്തമായി പൈസ കൊടുത്തൊരു എക്സ്ട്രാ ഫോണ്. എന്നാൽ അത് അവർ വാങ്ങിച്ചു വെക്കുകയും തിരിച്ചു കൊടുക്കുക, അതിൻ്റെ പൈസ കൊടുക്കുമെന്ന് പറയുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നു. പലരും അവിടെ നിന്ന് വിട്ടുപോയാൽ കൊടുക്കുന്ന ഡെപ്പോസിറ്റ് 3 മാസത്തിനകം തിരിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അത് തിരിച്ചു കൊടുക്കാതിരിക്കുക. പറയുന്നതല്ല പ്രവർത്തിക്കുന്നത്. പറയാൻ എല്ലാവർക്കും കഴിയുമല്ലേ, പറയാൻ എല്ലാവർക്കും കഴിയും, പക്ഷെ പറയുന്നതല്ല അവർ പ്രവർത്തിക്കുന്നത്. അവരിപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടാവും, അല്ലെങ്കിൽ അവർ പറയും ഞങ്ങൾ തരും, ഞങ്ങൾ ഫുഡ് അത് നിങ്ങൾ വിട്ടുപോയ ഡെപ്പോസിറ്റ് തിരിച്ചു തരും, നിങ്ങളുടെ ഫോൺ തിരിച്ചു തരില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് റൈറ്റ്സ്? നമ്മുടെ പൈസ കൊണ്ട് നമ്മളൊരു ഫോൺ അവിടെ മേടിച്ചിടും, എന്നാൽ അവർക്ക് അവരുടെ പൈസ കൊണ്ട് ഒരു ഫോൺ വാങ്ങിച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ ഇതിന് ഉപയോഗിക്കുക, എന്ത് നിങ്ങൾ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ കോണ്ടാക്ട് ചെയ്യാൻ മാത്രം ഉപയോഗിക്കുക. പോകുമ്പോൾ ഫോൺ ഇവിടെ തരിക, ഫോൺ കണ്ടു കെട്ടുക എന്ന് പറയണം. ഇത് അവരൊരു 10 രൂപ മുടക്കാണ്ട് നമ്മുടെ കയ്യിലെടുത്തുള്ള പൈസ എടുത്ത് നമ്മൾ ഫോൺ വാങ്ങിക്കുക, ആ ഫോൺ അവരവിടെ പിടിച്ചു വയ്ക്കുക. അവർക്ക് മറച്ചു കൊടുത്താൽ നല്ല പൈസ കിട്ടില്ലേ? പുത്ത ഫോണല്ലേ, 2-3 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ഫോണിൻ്റെ ബിസിനസ്സും അവിടെ നടക്കുന്നുണ്ടാവാം. മനസ്സിലായോ? അവർ പറയും തിരിച്ചു കൊടുക്കുമെന്ന് തിരിച്ചു കൊടുത്തൊരു ചരിത്രം കേട്ടിട്ടില്ല. തിരിച്ചു കൊടുക്കാമെന്നൊക്കെ അവർ പറയും, അത് തിരിച്ചു കൊടുത്തൊരു ചരിത്രം ആരും പറഞ്ഞു കേട്ടിട്ടില്ല. പിന്നെ ചെയ്യാനുള്ളത് ഫോൺ പിടിച്ചു വാങ്ങി വെക്കുക, സിമ്മ് പിടിച്ചു വാങ്ങി വെക്കുക, അതുപോലെ ഓവർ ടൈം ഡ്യൂട്ടി. അതിലുപരി ഈ ഫുഡ്, ഈ കുട്ടികളെ ഇവർ ഒരുമിച്ചിരുന്നുണ്ട് ഫുഡ് സെർവ് ചെയ്ത് വീഡിയോ ഇട്ട് എല്ലാവരും കൂടെ കപ്പ പുഴുങ്ങിയതും മീൻ വറ്റിച്ചതും ചിക്കനും കപ്പയും ഇസ്റ്റും ബീഫും ഒക്കെ ഇട്ടുകൊണ്ട് വരട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൂട്ടിക്കുഴച്ച് തിന്നുന്ന വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യും. ഓരോ ഡ്രസ്സുകൾ ഒന്ന് ഇടുന്നതിട്ട് വീഡിയോ ചെയ്യും, പുതിയ ഡ്രസ്സുകൾ വരുമ്പോൾ, കുർത്തീസൊക്കെ വരുമ്പോൾ. പക്ഷെ ഇതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ ഒരു കുട്ടികളെല്ലാവരും പറയുന്ന കാര്യം എന്ന് വെച്ചാൽ അവരുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നാണ്. എത്ര തരം മോശമാണെന്ന് ആലോചിച്ചേ. ഞങ്ങളൊക്കെ ഇതുപോലെ ഒരുപാട്, അപ്പോൾ അവർ പറയും അവിടെയാണ് ഇത്രയും, എവിടെയുണ്ട് ഇതുപോലത്തെ ഒരു ഫ്രീഡവും കാര്യങ്ങളും ഉള്ള ഒരു സ്ഥലം കാണിച്ചു തരാമോ? ഇത്രയും സാലറി കൈ കിട്ടിയാലല്ലേ കുട്ടികളുടെ, അല്ലേ? കൈ കിട്ടിയാലല്ലേ. പിന്നെ ഞാനും സാലറിക്കൊക്കെ വർക്ക് പലയിടത്തും ചെയ്തിട്ടുള്ള, പക്ഷെ ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും പൈസ പിരിച്ചിട്ടല്ല ഒരു ഫുഡിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അതായത് സ്റ്റാഫുകൾ മാത്രമായിട്ട് എന്തെങ്കിലും ഒരു ഫംഗ്ഷനാണെങ്കിൽ നമ്മളെല്ലാവരും കൂടി ഇടും, അല്ലേ? പക്ഷേ മുതലാളിയും സ്റ്റാഫുകളും മാത്രമുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ട് എല്ലാവരും ഇടുക എന്ന് പറയുന്നത്, എല്ലാവരുടെ കയ്യിൽ നിന്നും പൈസ പിരിച്ചിട്ട് കൊക്കോക്കോളയും പെപ്സിയും കാര്യങ്ങളും വട്ടക്കൊട്ടയെ കൂടി ഇരുന്നിട്ട് കഴിക്കാതെ പറയുന്നത് അത്ര വലിയ രസമുള്ള കാര്യമല്ല. അത്ര വലിയ രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. രസമുള്ളതെന്നല്ല, നെച്ചിത്തരം പോലെ തോന്നുന്നത്. ഇവർക്ക് ഇത്രയും കൊടുക്കാൻ കഴിവുള്ളവരാണ്. ഇവരെ ഫുഡും ഇത്രയും വീഡിയോസ് ചെയ്ത് ലൈക്ക് ചെയ്ത് വ്യൂ കയറുന്നതാണ്. അപ്പോൾ അവർക്ക് ഫുഡും കൊടുക്കാവുന്നതിൻ്റെ ആവശ്യം അവർക്കുണ്ട്. അതില്ല, ഫുഡ് കൊടുക്കുന്നില്ല. പിന്നീട് ചെയ്യുന്നത് അവർക്ക് ഫുഡ് ഉച്ചയ്ക്ക് മാത്രം അവിടെ കൊടുക്കുന്നു. ബാക്കി ഹോസ്റ്റലിലാണെങ്കിൽ ഇവർ ഫുഡ് പുറത്തുനിന്ന് വാങ്ങിക്കണം, അല്ലെങ്കിൽ ഇവരുടെ അടുത്ത് നിന്ന് തന്നെ വാങ്ങിക്കുമോ എന്താണ്ട് പൈസ കൊടുത്ത്. അപ്പോൾ അവിടെ അവിടെ ഉച്ചയ്ക്കുള്ള ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഞാനും ഒരു വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിന് ശേഷമാണ് പലരും അതിനെപ്പറ്റി പറഞ്ഞത്. മാർക്കറ്റിൻ്റെ എന്താ പറയുക, കാന പോലത്തെ എന്താ പറയുക, അഴുക്കുചാല് പോലത്തെ സമമായ ഏരിയയിലാണ് അവർക്ക് ഫുഡ് സെർവ് ചെയ്യുന്ന സ്ഥലം. അവരവിടെ നിന്നുകൊണ്ട് കഴിച്ചോളണം. അതാണ്
ഫുഡ് സെർവ് ചെയ്ത് അതിരുന്ന് കഴിക്കാനുള്ളൊരു ഏരിയ അവർക്ക് നല്ലതാക്കി കൊടുക്കാൻ ഇവരെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല. അതൊക്കെ വളരെ മോശമാണ്. ഇത്രയും ഭയങ്കര ഒളിവിയ ഡിസൈൻസ് ഇത്രയും വലിയ സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഫുഡ് കൊടുക്കുന്ന സ്ഥലം ഇങ്ങനത്തെ സ്ഥലമാണോ? അതാണോ വേണ്ടത്? ഇവരുടെയൊക്കെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് ഇതൊക്കെ ചെയ്യുകയും ഓരോന്നിനും തൊട്ടേനും പിടിച്ചതിനും മേടിക്കുകയും എടുക്കുകയും ചെയ്തിട്ട് പിന്നെ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ഓഡിയോ ഞാൻ കേട്ടതാണ്. എന്താണെന്ന് വെച്ചാൽ എന്താണ് ഓണത്തിന് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, ഓരോരുത്തർ ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തില്ല, ഉപ്പേരി വാങ്ങിച്ചു കൊടുത്തില്ല, 50 രൂപയുടെ ഉപ്പേരിയെങ്കിലും വാങ്ങിക്കാമായിരുന്നു, അല്ലെങ്കിൽ അത് വാങ്ങിച്ചു കൊടുത്തില്ല, ഇത് വാങ്ങിച്ചു കൊടുത്തില്ല, എനിക്കൊരു ഗിഫ്റ്റ് തരാമായിരുന്നു. ലോകത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഒരു മുതലാളി ഒരു സ്റ്റാഫിനോട് ഈ തരം കാര്യങ്ങൾക്ക് കെഞ്ചുന്നത്, ഒരു കണക്ക് പറയുന്നത് അല്ലേ? സാധാരണഗതിയിൽ സ്റ്റാഫുകളാണ് പറയുന്നത് അല്ലേ, നമുക്കിതൊക്കെ ഉണ്ടായിട്ട് നമുക്കൊന്നും വാങ്ങിച്ചു തന്നില്ല, ഒരു പായസം വാങ്ങിച്ചു തന്നില്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഒരു സദ്യ തന്നില്ല, ഒരു കേക്ക് മുറിച്ചില്ല, അല്ലെങ്കിൽ അത് തന്നില്ല, ഇത് തന്നില്ല എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് തിരിച്ചേ. അപ്പോൾ ചുരുക്കത്തിൽ ഇവർ പണിയെടുക്കുന്ന പൈസ പണിയെടുത്ത് കമ്മീഷൻ കിട്ടണമെന്ന് അവരുടെ കണ്ണതിലാണ് അല്ലേ? അതുപോലെ ഇവർ 2 പേരെ ഇവർ ചേർത്തിൽ ഇവരിൽ നിന്ന് 10,000 രൂപ ഫൈൻ പിടിക്കുമെന്ന്. ഇതൊക്കെ എവിടുത്തെ നിയമമാണ്? ഇത്തരം കാട്ടായങ്ങൾ, ഇത്തരം പ്രവൃത്തികളൊക്കെ ഒരു സ്ഥലത്തും കാണിക്കില്ല. വർക്ക് ചെയ്യുക, പോവുക. ശരിയാണ്, ഈ പറഞ്ഞ പോലെ ഫ്രീഡവും കാര്യങ്ങളും അതൊക്കെ വേണം, ഒരുങ്ങി നിന്നിട്ട് വീഡിയോ ചെയ്യണം, അതൊക്കെ ഓക്കെ. പക്ഷെ അവരുടെ ആ ഒരു ഇത്തരം പ്രവൃത്തികൾ മറ്റുള്ളവരെ ക്രൂശിച്ചുകൊണ്ടാവുമ്പോൾ അതിന് കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് താങ്ങി നിൽക്കുന്നവരിപ്പോഴും അവിടെയുണ്ട് അല്ലേ? കുറച്ച് പേര് അഭിപ്രായം പറഞ്ഞവരെ കഞ്ഞുകൂടി മുട്ടിയിരുന്നു. പക്ഷേ കുറച്ച് പേരെങ്കിലും അവർ ഫേവറേറ്റായി പിടിച്ചു വെച്ചിട്ടുണ്ടാവും. ഇവർ ഈ പണിയൊന്നും അവർ ചെയ്യില്ല. പുതിയതായിട്ട് വരുന്ന ഓരോ കുട്ടികളോടായിരിക്കും ഇവരിങ്ങനെ പെരുമാറുന്നത്, ഈ സ്ത്രീയും ഭർത്താവൊക്കെ കൂടി ഇങ്ങനെ പെരുമാറുന്നത്. പക്ഷേ മറ്റവർക്കത് ബാധകമല്ല. അവർക്ക് ബാധകമാണെങ്കിലല്ലേ പ്രശ്നമുള്ളൂ. അപ്പോൾ ഇത്തരം ഒരു പറഞ്ഞ കാര്യങ്ങൾ വാക്കുപാലിക്കാതെ, പറഞ്ഞ ഓഫേഴ്സൊന്നും വാക്കുപാലിക്കാതെയും ഇതുപോലെ തന്നെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ഈ ഓസിന് വാങ്ങിച്ച് അവരുടെ കയ്യിൽ കിട്ടുന്ന ശമ്പളം മൊത്തം വലിച്ചൂറ്റിയെടുത്ത് അവർ തന്നെ ഉപയോഗിച്ച് അവർ കട നടത്തുന്നു, അല്ലെങ്കിൽ ആ ഷോപ്പ്, ആ ഒരു പ്രസ്ഥാനം നടത്തുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞ്. എന്ത് ഫ്രീഡം ഉണ്ടെന്ന് പറഞ്ഞാലും പലരും പറഞ്ഞു കേട്ടു 24 മണിക്കൂറും, അവരും പറഞ്ഞു 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ റെഡിയാണെങ്കിൽ മാത്രം ഇവിടെ നിന്നാൽ മതി അല്ലേ? ആ ഒരു കാര്യം ഒന്ന് ആലോചിച്ചേ, 24 മണിക്കൂറും വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കണമെന്ന്. അപ്പോൾ ഇവർ 3 മണിക്കൂറാണ് ബാക്കി എൻ്റർടൈൻമെൻ്റ് ആണെന്നൊക്കെ പറയാൻ, ഞാൻ പറയട്ടെ, നിങ്ങൾ നിങ്ങളുടെ ഷോപ്പിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രസ്ഥാനം, നിങ്ങളുടെ ആ ഒരു ഒളിവിയ ഡിസൈൻസിൽ നിങ്ങൾ എന്താണ് അവിടെ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്, കറക്റ്റ് കാര്യം പറയൂ. അപ്പോൾ ആരും വരില്ല അല്ലേ അങ്ങോട്ട്. നിങ്ങൾ 24 hours നിങ്ങൾ വില്ലിങ് ആയിരിക്കണം വർക്ക് ചെയ്യാൻ. അതുപോലെ നിങ്ങൾക്ക് ഹോസ്റ്റലും ഫുഡൊന്നും ഫ്രീ അല്ല, നിങ്ങൾ പൈസ മുടക്കണം, അല്ലെങ്കിൽ മൊബൈൽ സ്വന്തമായിട്ട് മേടിക്കണം എന്നൊക്കെ നിങ്ങൾ എഴുതി നിങ്ങളുടെ ആ ഒരു പോസ്റ്റർ, ആ ബ്രോഷറിൽ വെക്കുക. നിങ്ങളൊരു പരസ്യം ഇടുമ്പോൾ അതിൽ അങ്ങനെയൊക്കെ വെക്കുക. അല്ലാണ്ട് ഈ നുണ പറഞ്ഞുകൊണ്ട് വെച്ചിട്ട് പിന്നെ വരുന്ന ആൾക്കാരോട് കെട്ടി കയറിയിട്ട് ഒന്നും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഇപ്പം എന്താ കുറേ നാൾ കള്ളത്തരം കാണിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് എല്ലാവരും അറിഞ്ഞു അല്ല, ഇത്രയും കാര്യങ്ങൾ എല്ലാവരും അറിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇത്രയധികം കളക്ഷൻസും ഇത്ര പെട്ടെന്ന് കുർത്തീസ് വരുന്ന എല്ലാ ലോഡും തീർന്നു പോവുക എന്നുള്ള ഒരു ഒറ്റ കാര്യങ്ങളും വർക്കുണ്ട്, ഇഷ്ടംപോലെ ഓർഡർ വരുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ എന്തുകൊണ്ട് ഈ പുതിയതായിട്ട് വരുന്നതും അവിടെ ഉള്ളതുമായ കുട്ടികളെയൊക്കെ ഒരേ കണ്ണിലൂടെ കാണാതെ പുതിയതായിട്ട് വരുന്നവരെ വളരെയധികം ക്രൂശിക്കുകയും അവരുടെ കയ്യിൽ നിന്ന് ഇത്രയും പൈസ ഈടാക്കുകയും ഇതിനെല്ലാത്തിനും പൈസ, അങ്ങനെ പൈസ, ഇങ്ങനെ എല്ലാം ഇതൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കാതെ എല്ലാവരോടും ഹാപ്പി ആയിട്ട് നിങ്ങൾ നല്ലൊരു അർഹിക്കപ്പെട്ട സ്ത്രീധനല്ല, ശമ്പളം എല്ലാവർക്കും കൊടുത്ത്, ശമ്പളമായ കമ്മീഷനായ കൊടുത്ത് അവരെ കൂടെ നിർത്താൻ നോക്കിയിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ അതപ്പതിക്കില്ല. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ എപ്പോഴും ഹാപ്പിനെസ്സും സന്തോഷവും കൊടുത്തു കഴിഞ്ഞാൽ എന്തും പുറകിലുണ്ടാവും. സ്ഥാപനം പുറകിൽ വിജയം നമ്മുടെ പുറകിലുണ്ടാവും. നിങ്ങളത് മറന്ന് അതുങ്ങളെ പീഡിപ്പിച്ച് കളിച്ചു. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഗതി വന്നിരിക്കുന്നത്. നിങ്ങൾ ചെയ്തൊന്നും ഒരു സ്ഥലത്തും സംഭവിക്കാത്ത കാര്യങ്ങൾ, അത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുന്നൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും. ഈ ഒരു അടുത്ത കാലത്തൊന്നും ഇതുപോലത്തെ ഒരു പീഡനമൊന്നും ആരും തന്നെ അനുഭവിച്ചിട്ടില്ല. അതായത് ഇതുപോലെയുള്ള ഈ നിബന്ധനകൾ പൈസയുടെ കാര്യത്തിലും എല്ലാത്തിലും. ഓക്കെ.
അപ്പോൾ ഇത്രേ പറയാനുള്ളൂ ഒലിവിയ ഡിസൈൻസിന്. ഓക്കെ.